ഒരു യഥാർത്ഥ ഡോക്ടറല്ലെന്ന സത്യം ഒടുവിൽ അശ്വിനെ കൂടുതൽ അന്വേഷണത്തിലേക്ക് നയിച്ചു. ഇയാളുടെ ചികിത്സയ്ക്ക് പിന്നിലെ സത്യാവസ്ഥ കുടുംബം വെളിപ്പെടുത്തി. മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ, മികച്ച പരിശീലനം ലഭിച്ച മെഡിക്കൽ സ്റ്റാഫ്, ഉയർന്ന നിലവാരത്തിലുള്ള പരിചരണം എന്നിവയുള്ള കേരളത്തിലെ ആരോഗ്യ സംരക്ഷണ സംവിധാനം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒന്നായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ അടുത്തിടെ അബു എബ്രഹാം ലൂക്ക് എന്ന വ്യാജ ഡോക്ടർ അറസ്റ്റിലായത് ജനങ്ങളുടെ വിശ്വാസത്തെ ഇളക്കിമറിക്കുകയും സംസ്ഥാനത്തെ ആരോഗ്യ സുരക്ഷയെയും നിയന്ത്രണത്തെയും കുറിച്ചുള്ള ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്തു. സംഭവത്തിന്റെ വിശദാംശങ്ങൾ, രോഗികളുടെ സുരക്ഷയിൽ അതിന്റെ സ്വാധീനം, ആശുപത്രികളുടെ ഉത്തരവാദിത്തം, ഇന്ത്യയിലെ ചികിത്സാ പിഴവുകളെക്കുറിച്ചുള്ള വിശാലമായ ആശങ്കകൾ എന്നിവ എക്സ്പ്ലോർ ചെയ്യുന്നു. 2024 സെപ്റ്റംബർ 23 കടുത്ത നെഞ്ചുവേദനയും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് വിനോദ് കുമാർ എന്ന 60 വയസ്സുകാരനെ കോഴിക്കോട് കോട്ടക്കടവിലെ TMH ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിർഭാഗ്യവശാൽ ആശുപത്രിയിൽ എത്തിച്ച് 1 മണിക്കൂറിനുള്ളിൽ അദ്ദേഹം മരിച്ചു. ഹൃദയാഘാതം മൂലമാണ് അദ്ദേഹം മരിച്ചതെന്ന് കുടുംബം ആദ്യം വിശ്വസിച്ചത്. ഈ അവസ്ഥ അദ്ദേഹത്തിന് മുമ്പും കണ്ടെത്തിയിരുന്നു. എന്നാൽ അന്വേഷണത്തിനൊടുവിൽ ഇയാളുടെ ചികിത്സയ്ക്ക് പിന്നിലെ സത്യാവസ്ഥ കുടുംബം വെളിപ്പെടുത്തി. വിനോദിന്റെ മകൻ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറായ അശ്വിന് മരണ റിപ്പോർട്ട് പരിശോധിച്ചപ്പോഴാണ് സംശയം തോന്നിയത്. വിനോദിന്റെ മരണകാരണം കാർഡിയോ പൾമറി അറസ്റ്റാണ്. ഇതൊരു ലക്ഷണമാണ്. ഹൃദ്രോഗമുള്ള ഒരാൾക്ക് നൽകിയ ചികിത്സയിലെ വലിയ പിഴവായി വിനോദിന് മരുന്ന് നൽകിയിട്ടില്ലെന്നും അശ്വിൻ ശ്രദ്ധിച്ചു. വിനോദിന്റെ ചികിത്സയ്ക്ക് ഉത്തരവാദിയായ അബു എബ്രഹാം ലൂക്ക് ഒരു യഥാർത്ഥ ഡോക്ടറല്ലെന്ന സത്യം ഒടുവിൽ അശ്വിനെ കൂടുതൽ അന്വേഷണത്തിലേക്ക് നയിച്ചു. അബു എബ്രഹാം ലൂക്ക് TMH ഹോസ്പിറ്റലിൽ റെസിഡന്റ് മെഡിക്കൽ ഓഫീസറായി 4 വർഷമായി ജോലി ചെയ്തു വരികയായിരുന്നു. അദ്ദേഹം ഒരു യോഗ്യതയുള്ള ഡോക്ടർ അല്ലെങ്കിലും 2011 മെഡിക്കൽ സ്കൂളിൽ ചേർന്നിരുന്നു. പക്ഷേ പലതവണ പരീക്ഷയിൽ തോറ്റതിനാൽ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യാൻ യോഗ്യതയില്ലായിരുന്നു. ജോലിക്കെത്തിയപ്പോൾ വ്യാജ മെഡിക്കൽ രജിസ്ട്രേഷൻ നമ്പർ നൽകി. ഇത് യഥാർത്ഥമാണോ എന്ന് പരിശോധിക്കാതെ ആശുപത്രി സ്വീകരിച്ചു. കോഴിക്കോട്ടെ ഒരു ഡോക്ടറുമായി വിവാഹിതനായ ലൂക്ക് പഠനത്തിന് ശേഷം പ്രദേശത്ത് താമസം തുടർന്നു. വ്യാജ ഡോക്ടറെ ആദ്യം തിരിച്ചറിഞ്ഞത് മരിച്ച വിനോദ് കുമാറിന്റെ മരുമകളായ മാളവികയാണ്. ഓഗസ്റ്റ് 23 മരിച്ച വിനോദ് TMH ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിലായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ അശ്വിൻ, മാളവിക എന്നിവർ ചണ്ഡീഗഡിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാരാണ്. വിനോദിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം മാളവിക ആഗസ്റ്റ് 27 മറ്റൊരു ബന്ധുവിനെ ഇതേ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്കായി കൊണ്ടുപോയി. ആ ഹോസ്പിറ്റൽ സന്ദർശനത്തിൽ എബ്രഹാം അബുലൂക്ക് എന്ന പേര് ശ്രദ്ധയിൽപ്പെടുന്നത് മാളവികയുടെ സീനിയറായി പഠിച്ച ആൾ തന്നെയെന്ന് മാളവികയ്ക്ക് സംശയമുണ്ടായി. അശ്വിനും മാളവികയും കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് അത് മാളവിക പഠിച്ച അതേ കോളേജിൽ MBBS പഠനം പൂർത്തിയാക്കാതെ എബ്രഹാം അബുലൂക്ക് എന്ന വ്യാജ ഡോക്ടറാണെന്ന് ബോധ്യപ്പെട്ടത്. ആഗസ്റ്റ് 28 അവർ പോലീസിൽ പരാതിപ്പെട്ടു. തിരുവല്ല സ്വദേശിയായ അബു കോഴിക്കോടിലെ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ 2011 MBBS പഠനത്തിന് ചേരുന്നത്. പക്ഷേ സെമസ്റ്റർ പരീക്ഷകൾ പരാജയപ്പെടുകയും പഠനം പൂർത്തീകരിക്കുകയും ചെയ്തില്ല. പക്ഷേ അയാൾ ഡോക്ടറായി പ്രാക്ടീസ് തുടങ്ങി. അതും അയാളുടെ പേരിനോട് സാമ്യമുള്ള മറ്റൊരാളുടെ രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ച്. റെഫറൽ വഴിയാണ് റെസിഡന്റ് മെഡിക്കൽ ഡോക്ടറിന്റെ ഒഴിവിലേക്ക് TMH ഹോസ്പിറ്റലിൽ അബുവിനെ ജോലിക്കെടുത്തത്. രജിസ്ട്രേഷൻ നമ്പറിൽ അബു പിക് സേവിയർ എന്നാണ് പേരെന്ന് ചോദ്യം ചെയ്തപ്പോൾ അയാൾക്ക് 2 പേരുകളുണ്ടെന്ന് അവകാശപ്പെട്ടു. ആശുപത്രി ജീവനക്കാരെ എങ്ങനെ നിയമിച്ചു എന്നതിലെ പ്രധാന പ്രശ്നങ്ങൾ ഇത് കാണിക്കുന്നു. കാരണം അവർ അയാളുടെ പശ്ചാത്തലം പരിശോധിക്കുന്നതിനോ രോഗികളെ പരിചരിക്കാൻ അയാൾ യോഗ്യനാണെന്ന് ഉറപ്പുവരുത്തുന്നതിനോ പരാജയപ്പെട്ടു. അയാളുടെ പ്രവർത്തനങ്ങൾ വൈദ്യശാസ്ത്രത്തിന്റെ സൽപ്പേരിനെ കേടുവരുത്തുക മാത്രമല്ല, അനേകം ജീവൻ അപകടത്തിലാക്കുകയും ചെയ്തു. അബു എബ്രഹാം ലൂക്കിന്റെ അറസ്റ്റ് ഇന്ത്യയുടെ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു വലിയ പ്രശ്നത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരുന്നു. കൂടുതൽ ആളുകൾ ഡോക്ടർമാരാകാൻ ലക്ഷ്യമിടുന്നു. ആരോഗ്യ സംരക്ഷണ വ്യവസായം വളരുമ്പോൾ വഞ്ചനയ്ക്കും ദുഷ്പ്രവൃത്തികൾക്കുമുള്ള സാധ്യതയും വർദ്ധിക്കുന്നു. വൈദ്യസഹായം തേടുമ്പോൾ രോഗികൾ നേരിടുന്ന അപകടങ്ങളുടെ വ്യക്തമായ ഓർമ്മപ്പെടുത്തലാണ് ഈ കേസ്. രോഗികൾ പലപ്പോഴും ആരോഗ്യ സംരക്ഷണ ദാതാക്കളെ വിശ്വസിക്കുന്നു, പ്രത്യേകിച്ചും അവർ നിരാശാജനകമായ സാഹചര്യങ്ങളിൽ ആയിരിക്കുമ്പോൾ. ശരിയായ കഴിവുകളും യോഗ്യതകളും ഇല്ലാത്ത ഒരാൾ ആ വിശ്വാസം തകർക്കുമ്പോൾ അനന്തരഫലങ്ങൾ ദുരന്തമായിരിക്കും. വിനോദ് കുമാറിന്റെ കാര്യത്തിൽ യോഗ്യതയില്ലാത്ത ഒരാൾ നൽകിയ മോശം പരിചരണം തടയാവുന്ന മരണത്തിലേക്ക് നയിച്ചു. അദ്ദേഹത്തിന്റെ കുടുംബം ഹൃദയം തകർന്ന് നീതിക്കായി തേടുന്നു. കേരളത്തിലെ ആതുര ശുശ്രൂഷ സ്ഥാപനങ്ങൾ എത്രത്തോളം ഉത്തരവാദിത്തത്തോടെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള സുപ്രധാന ചോദ്യങ്ങളാണ് ഈ സംഭവം ഉയർത്തുന്നത്. ആശുപത്രികളും മെഡിക്കൽ സെന്ററുകളും അവരുടെ ജീവനക്കാർ യോഗ്യരാണെന്നും സുരക്ഷിതവും ഫലപ്രദവുമായ പരിചരണം നൽകാൻ പ്രാപ്തരാണെന്നും ഉറപ്പാക്കണം. അബു എബ്രഹാം ലൂക്കിന്റെ യോഗ്യതാ പത്രങ്ങൾ പരിശോധിക്കുന്നതിൽ TMH ഹോസ്പിറ്റലിന്റെ പരാജയം ശരിയായ ജാഗ്രതയുടെ അഭാവം കാണിക്കുകയും ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിനുള്ളിൽ നടക്കുന്ന പരിശോധനകളെക്കുറിച്ചുള്ള
ആശങ്ക ഉയർത്തുകയും ചെയ്തു. ഈ സംഭവത്തെ തുടർന്ന് മെഡിക്കൽ സ്റ്റാഫിനെ നിയമിക്കുന്നതിന് റെഗുലേറ്ററി ബോഡികൾ കർശനമായ നിയമങ്ങൾ നടപ്പിലാക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. പശ്ചാത്തല പരിശോധനകളും മെഡിക്കൽ ബിരുദങ്ങളുടെ മൂല്യനിർണ്ണയവും ഉൾപ്പെടെ അവരുടെ ജീവനക്കാരുടെ യോഗ്യതകൾ പരിശോധിക്കുന്നതിന് ആശുപത്രികൾ സമഗ്രമായ പ്രക്രിയകൾ സജ്ജീകരിക്കണം. കൂടാതെ മെഡിക്കൽ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പതിവായി ഓഡിറ്റുകളും പരിശോധനകളും നടത്തണം. വിനോദ് കുമാറിന്റെ മരണത്തിനു ശേഷം അദ്ദേഹത്തിന്റെ കുടുംബം ആശുപത്രിക്കും അബു എബ്രഹാം ലൂക്കിനുമെതിരെ പരാതി നൽകി. ഫറോക്ക് പോലീസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. ഈ ഗുരുതരമായ മെഡിക്കൽ നൈതിക ലംഘനത്തിനും രോഗികളുടെ സുരക്ഷയ്ക്കും ഉത്തരവാദികളായവരെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിനുള്ള ഒരു സുപ്രധാന നടപടിയാണ് ഈ നിയമ നടപടി. ഇന്ത്യയിൽ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയും സംസ്ഥാന മെഡിക്കൽ കൗൺസിലുകളും മെഡിസിൻ പ്രാക്ടീസ് നിയന്ത്രിക്കുന്നു. എന്നിരുന്നാലും ഈ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നത് വേണ്ടത്ര ശക്തമല്ലെന്ന് പലപ്പോഴും വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. അബു എബ്രഹാം ലൂക്കിനെ പോലെയുള്ള കേസുകൾ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നിയമങ്ങളുടെ അടിയന്തര ആവശ്യകത കാണിക്കുന്നു. സാധുവായ ലൈസൻസ് ഇല്ലാതെ മെഡിസിൻ പരിശീലിക്കുന്നവർക്കുള്ള കഠിനമായ ശിക്ഷകളും മെഡിക്കൽ യോഗ്യതാ പത്രങ്ങൾ പരിശോധിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമുള്ള പൊതുജന അവബോധം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികളും ഇതിൽ ഉൾപ്പെടുന്നു. ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് സുരക്ഷയും സത്യസന്ധതയും മെച്ചപ്പെടുത്തുന്നതിൽ സാങ്കേതിക വിദ്യയ്ക്ക് ഒരു പ്രധാന പങ്ക് വഹിക്കാനാകും. മെഡിക്കൽ ലൈസൻസുകൾ പരിശോധിക്കുന്നതിനുള്ള ഓൺലൈൻ ഡേറ്റാബേസുകളും സിസ്റ്റങ്ങളും സൃഷ്ടിക്കുന്നത് യോഗ്യതയില്ലാത്ത ആളുകൾക്ക് ആരോഗ്യ സംരക്ഷണ പ്രവർത്തനത്തിൽ പ്രവേശിക്കാനുള്ള സാധ്യത വളരെ കുറയ്ക്കും. ചികിത്സ തേടുന്നതിന് മുമ്പ് രോഗികൾക്ക് അവരുടെ ആരോഗ്യ പരിരക്ഷാ ദാതാക്കളുടെ ക്രെഡൻഷ്യൽസ് പരിശോധിക്കാൻ കഴിയും. അവരുടെ പരിചരണത്തെക്കുറിച്ചുള്ള മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ അവരെ സഹായിക്കുന്നു. ധാർമ്മികതയെക്കുറിച്ചും രോഗികളുടെ സുരക്ഷയെക്കുറിച്ചും അവരുടെ ജീവനക്കാരെ പഠിപ്പിക്കുന്നതിനുള്ള പരിശീലന വിദ്യാഭ്യാസ പരിപാടികളെയും ആശുപത്രികൾ നിക്ഷേപിക്കണം. ഉത്തരവാദിത്വത്തിന്റെയും തുറന്ന മനസ്സിന്റെയും ഒരു സംസ്കാരം കെട്ടിപ്പടുക്കുന്നതിലൂടെ സത്യസന്ധമല്ലാത്ത പ്രാക്ടീഷണർമാർ ഉയർത്തുന്ന അപകട സാധ്യതകളിൽ നിന്ന് ആരോഗ്യ സംരക്ഷണ സ്ഥാപനങ്ങൾക്ക് മികച്ച രീതിയിൽ പരിരക്ഷിക്കാൻ കഴിയും. അബു എബ്രഹാം ലൂക്ക് ഉൾപ്പെട്ട സംഭവം രോഗികളുടെ അവകാശങ്ങളെയും സുരക്ഷയെയും കുറിച്ച് കൂടുതൽ പൊതു അവബോധം ഉണ്ടാക്കേണ്ടതിന്റെ ആവശ്യകതയെ എടുത്തു കാണിക്കുന്നു. രോഗികളും അവരുടെ കുടുംബങ്ങളും അവരുടെ ആരോഗ്യ സംരക്ഷണ ദാതാക്കളുടെ യോഗ്യതകൾ പരിശോധിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തണം. രോഗികൾക്ക് അവരുടെ അനുഭവങ്ങളെയും ആശങ്കകളെയും കുറിച്ച് സംസാരിക്കാൻ ആത്മവിശ്വാസം നൽകുന്നതിന് ലക്ഷ്യമിട്ടുള്ള പരിപാടികൾ കൂടുതൽ ജാഗ്രതയുള്ള പൊതുജനങ്ങളെ സൃഷ്ടിക്കാൻ സഹായിക്കും. ഇത് മെച്ചപ്പെട്ട ആരോഗ്യ പരിപാലന രീതികളിലേക്ക് നയിക്കും. രോഗികളുടെ സുരക്ഷ പ്രോത്സാഹിപ്പിക്കുന്നതിനും ആരോഗ്യ സംരക്ഷണ സ്ഥാപനങ്ങളെ ഉത്തരവാദിത്തമുള്ളവരാക്കുന്നതിനും അഡ്വക്കസി ഗ്രൂപ്പുകൾ അത്യാവശ്യമാണ്. മെഡിക്കൽ അശ്രദ്ധ, യോഗ്യതയില്ലാത്ത പ്രാക്ടീഷണർമാരുടെ അപകട സാധ്യതകൾ തുടങ്ങിയ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിലൂടെ ഈ ഗ്രൂപ്പുകൾക്ക് ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിൽ നല്ല മാറ്റങ്ങൾ വരുത്താൻ കഴിയും. മെഡിക്കൽ പ്രാക്ടീസിനും രോഗികളുടെ സുരക്ഷയ്ക്കും വേണ്ടി ശക്തമായ നിയന്ത്രണങ്ങൾ സൃഷ്ടിക്കാൻ പൊതുജനങ്ങൾക്ക് നിയമനിർമ്മാതാക്കളിൽ സമ്മർദ്ദം ചെലുത്താനാകും. ആശുപത്രിക്കെതിരായ അന്വേഷണം ഇപ്പോഴും തുടരുകയാണെന്ന് ഫറോക്ക് സർക്കിൾ ഇൻസ്പെക്ടർ സജീവ് ആർ. അബു തങ്ങളെ വഞ്ചിച്ചുവെന്നാണ് ആശുപത്രി അവകാശപ്പെടുന്നത്. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 318(4), 319(2) എന്നീ വകുപ്പുകളാണ് അബുവിനെതിരെ ചുമത്തിയിരിക്കുന്നത്. കൂടാതെ 1956 ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ നിയമത്തിന്റെ 15-ൽ 2 വകുപ്പും ഉപയോഗിച്ചു. അദ്ദേഹം രജിസ്റ്റർ ചെയ്ത ഡോക്ടർ അല്ലാത്തതിനാൽ മെഡിക്കൽ അശ്രദ്ധയുടെ കുറ്റം ചേർത്തിട്ടില്ല. അബു എബ്രഹാം ലൂക്കിന്റെ അറസ്റ്റും വിനോദ് കുമാറിന്റെ മരണത്തിന്റെ സാഹചര്യവും കേരളത്തിലെയും ഇന്ത്യയിലെയും ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിനുള്ള ഗുരുതരമായ മുന്നറിയിപ്പാണ്. മെഡിക്കൽ പ്രൊഫഷണലുകളായി നടിക്കുന്ന യോഗ്യതയില്ലാത്ത ആളുകളിൽ നിന്നുള്ള അപകടങ്ങൾ ഈ കേസ് കാണിക്കുകയും രോഗിയുടെ സുരക്ഷ സംരക്ഷിക്കുന്നതിനുള്ള മാറ്റങ്ങളുടെ അടിയന്തര ആവശ്യകതയെ ഊന്നി പറയുകയും ചെയ്യുന്നു. ആരോഗ്യ പരിചരണം മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ രോഗികൾക്ക് സുരക്ഷിതവും ഫലപ്രദവുമായ പരിചരണം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ റെഗുലേറ്ററി ബോഡികളും ആരോഗ്യ സംരക്ഷണ സ്ഥാപനങ്ങളും പൊതുജനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് നിർണായകമാണ്. വിനോദ് കുമാറിന്റെ ദാരുണമായ മരണം മറക്കരുത്. പകരം അത് ആരോഗ്യ സംരക്ഷണ സംവിധാനത്തെ മെച്ചപ്പെടുത്തുകയും അത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് തടയുകയും ചെയ്യുന്ന മാറ്റങ്ങളിലേക്ക് നയിക്കണം. ഉത്തരവാദിത്തം ഉറപ്പുവരുന്നതിലൂടെയും പൊതു അവബോധം വർദ്ധിപ്പിക്കുന്നതിലൂടെയും ശക്തമായ നിയന്ത്രണ നടപടികൾ പ്രയോഗിക്കുന്നതിലൂടെയും എല്ലാവർക്കും സുരക്ഷിതമായ ആരോഗ്യ പരിരക്ഷാ അന്തരീക്ഷം സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.